ക്ഷമ പല രൂപത്തിലാണ്. ഏറ്റവും മികച്ച ക്ഷമയാണ് സബ്റുൻ ജമീൽ. യാക്കൂബ് ഇസ്ലാം പറഞ്ഞല്ലോ, ഫസബ്റുൻ ജമീൽ ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന് പറഞ്ഞ അവിടെ കാണാം ഫസബ്റുൻ ജമീൽ. ഖാല ബൽ സബ്ബറത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ. സുന്ദരമായ ക്ഷമ. സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ അല്ലദി ലാ ശക്വ മഅഹൂന, ആവലാതി പോലും ഇല്ലാത്ത ക്ഷമ. അതാണ് ശരിക്കും സബ്റുൻ ജമീൽ. ഒരു പരാതി പോലും ഒരാൾ പറയുന്നില്ല, ഒരു ആവലാതി പോലും ബോധിപ്പിക്കുന്നില്ല. നമ്മൾക്ക് എത്ര ക്ഷമിച്ചാലും പതിവിടെ നമ്മൾ പങ്കുവെക്കുമല്ലോ, ഭയങ്കര ഇതുണ്ടായി, ആകെ വിഷമായി പോയി, ഞാനത് ക്ഷമിച്ചു നമ്മൾ പറയുമല്ലോ, അത് സബ്റുൻ ജമീലല്ല. ഒരാളോടും ഒരു പരാതി പോലും പറയാതെ ആവലാതിപ്പെടാതെ ക്ഷമിക്കുന്ന ക്ഷമക്കാണ് സബ്റുൻ ജമീൽ എന്ന് പറയും. 3 തരം ക്ഷമയാണുള്ളത്. ഒന്ന്, നന്മകൾ ചെയ്യാനുള്ള ക്ഷമ, അസ്സബ്റു അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ ക്ഷമ. അല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേണ്ടി മാത്രമല്ല, ഇബാദത്ത് എടുക്കാൻ ക്ഷമ വേണം. സുബഹിക്ക് എണീറ്റ് പള്ളിക്ക് പോകണമെങ്കിൽ അതിനുള്ള ക്ഷമ വേണം. 5 വക്ത് പള്ളിയിൽ വരണമെങ്കിൽ ക്ഷമ വേണം. നോമ്പെടുക്കണമെങ്കിൽ ക്ഷമ വേണം. അധ്വാനിച്ചുണ്ടാക്കിയ പണം മറ്റുള്ളവന് നൽകണമെങ്കിൽ ക്ഷമ വേണം. അപ്പം നന്മകൾ ചെയ്യുന്നതിൽ ക്ഷമ ആവശ്യമുണ്ട്. 2, അസ്സബ്റു അൻ മഹാരിമില്ല, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ. ഹറാം അങ്ങനെ മുന്നിൽ കൂടി വരുമ്പോൾ അതിന് മാറി നിൽക്കുക, കാണാൻ പാടില്ലാത്ത രംഗം വരുമ്പോൾ കണ്ണു താഴ്ത്തുക, അതേപോലെ തെറ്റെന്ന് മാറി നിൽക്കുക. നല്ല ക്ഷമ അതിന് ആവശ്യമുണ്ട്. 3, അള്ളാഹു നൽകുന്ന അവൻ്റെ ഖദാ ഖദർ, മുസീബത്തുകൾ, അതിൽ ക്ഷമ കൈക്കൊള്ളുക. നമുക്ക് അതേ പലപ്പോഴും അറിയുള്ളൂ. ബുദ്ധിമുട്ടും കഷ്ടപ്പാട് വരുമ്പോൾ ക്ഷമിക്കുന്നതാണ് നമുക്കറിയുക. എന്നാൽ ഇങ്ങനത്തെ ക്ഷമകളൊക്കെ ഉണ്ട്. ക്ഷമ വ്യത്യസ്ത കാറ്റഗറിയാണ്. അതിൽ ഏറ്റവും ഉന്നതമായതാണ് സബ്റുൻ ജമീൽ, സുന്ദരമായ ക്ഷമ. മലയാളത്തിൽ പറയാം, അഥവാ ആവലാതി പോലും ബോധിപ്പിക്കാത്ത, മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ക്ഷമിക്കുന്ന ക്ഷമകൾ. ക്ഷമ വലിയൊരു ഗുണം തന്നെയാണ്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ക്ഷമയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും. ഇത് അല്ലാഹ് പറഞ്ഞ ഒരു കാര്യമാണ് ക്ഷമ. ഇന്നമാ യുവഫ്ഫ സ്വാബിറുന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്നതാണ്. ക്ഷമ എന്നുള്ളത് ചെറിയ കാര്യമല്ല. പല രംഗത്തും ചിലപ്പോൾ കൺട്രോൾ നമുക്ക് പോകും, നമുക്ക് ക്ഷമിക്കാൻ കഴിയൂല, അവിടെയൊക്കെ പൊട്ടിത്തെറിക്കും, പലതും വിളിച്ചു പറയും, പലതും കാട്ടിക്കൂട്ടും. പിന്നെയാണ് അതിങ്ങനെ ഖേദം ഉണ്ടാവുക. കൊലപാതകം വരെ നടക്കുന്നത് ക്ഷമയില്ലാത്തതുകൊണ്ടാണല്ലോ. ചെറിയ എന്തെങ്കിലും ഒരു അനിഷ്ടമായ സംഭവം വർത്തനാവും, അയിമ പിടുത്തം വിടും, അത് ഒരാളെ കൊല്ലുന്നതിലേക്ക് വരെ എത്തുന്നു. അതൊക്കെ ക്ഷമയുടെ അഭാവമാണ് പലപ്പോഴും അത്തരം തിന്മയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുക. പിന്നെ ഒരു വേദനിച്ചിട്ട് കഴിയില്ല. ക്ഷമിക്കാൻ കഴിയാതെ ദേഷ്യം നടപ്പാക്കിയിട്ട് പിന്നെ സങ്കടപ്പെട്ടാൽ അത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പം തൻ്റെ ദേശത്തെ നടപ്പാക്കാൻ കഴിവുണ്ടായിരിക്കെ തന്നെ ആ ദേശം അവൻ ഒതുക്കി വെക്കുന്നുവെങ്കിൽ മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിളാ, അന്ത്യനാളിൽ അവൻ്റെ കൽബിൽ അല്ലാഹു തആല സംതൃപ്തി നിറച്ചു കൊടുക്കുന്നതാണ്.